പാലക്കാട് ഈ അവസരം നോക്കി താമര വിരിയിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ സംഘികൾ അവിടെ എത്തുകയുണ്ടായി. ഒരു 5-6 പേർ കൊടിയുമൊക്കെയായി പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങ് തകർത്ത് കളയാം, ഈ അവസരത്തിൽ അവിടെ ഒന്ന് പ്രതിഷേധിച്ചാൽ പാലക്കാട്ടെ ജനങ്ങൾ താമര വിരിയിക്കും എന്ന് കരുതിയാണ് ഇവന്മാർ ഇവിടെ വന്ന് രാവിലെ വന്ന് പട്ടി ഷോ കാണിച്ചത്. എന്നാൽ പിണറായി സർക്കാർ കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നു. യാതൊരു തരത്തിലും LDF എതിർക്കുവാൻ നോക്കുന്നില്ല. അതുമാത്രമല്ല, ഒരു ജനപ്രതിനിധിയെ, ഒരു MLA തെരുവിൽ തടയുവാൻ ശ്രമിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, അദ്ദേഹത്തിൻ്റെ ഓഫീസ് പരിസരത്ത് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അങ്ങനെയുള്ള ക്രമീകരണങ്ങളെ അടിച്ചോടിക്കും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് പിണറായി സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വളരെയേറെ പല കാര്യങ്ങളിലും നമുക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടെങ്കിലും വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഡീസൻസി അദ്ദേഹം കാണിച്ചു. രാഹുൽ മാങ്കൂട്ടം MLA ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയ ആ BJP പ്രവർത്തകരെ, BJP പ്രവർത്തകർ എന്നും പറഞ്ഞ് നമുക്കറിയത്തില്ല, ഒരുപക്ഷെ അത് ചിലപ്പോൾ കേക്കച്ചൻ ഇറക്കിയ BJPയുടെ കൊടിയുമായി കേക്കച്ചൻ ഇറക്കിയ ചിലപ്പം ഇയാളുടെ സിൽബന്ധികളാവാം, കേക്കച്ചൻ്റെ ചിലപ്പോൾ ഗുണ്ടകളാവാം, പറവൂരിൽ നിന്നും വല്ലതും വിട്ട ഏതെങ്കിലും ഗുണ്ടകളാണോ എന്ന് പോലും നമുക്കറിയില്ല. BJP നേതൃത്വമൊന്നും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല. അവരാരും പ്രതികരിച്ചില്ല എന്നിരിക്കെയാണ് അഡ്രസ്സില്ലാത്ത കുറേ വാളികൾ ഇന്ന് പ്രതിഷേധവുമായി പാലക്കാട്ട് രാഹുലിൻ്റെ ഓഫീസിലെത്തിയത്. ഇത് മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ നേടുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം മാത്രമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ഏതാണ്ട് മാധ്യമങ്ങളൊക്കെ എത്തുന്ന സമയം നോക്കി, മീഡിയകളൊക്കെ എത്തിയ സമയം എവിടെ നിന്നോ കുറേ പേർ വന്ന് മുദ്രാവാക്യം വിളിയും കുറേ ഷോ ഓഫ് കാണിച്ചു. അവരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ചെറുപ്പക്കാരനെ തനിക്ക് അന്യമായ ഒരു മണ്ഡലത്തിൽ വന്ന് ഏതാനും ആഴ്ചകൾ മാത്രം അവിടെ പ്രവർത്തിച്ച് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു യുവ നേതാവ്. നമുക്കറിയാം, എത്രയോ വർഷം വലിയ ഹൈന്ദവതയൊക്കെ പറയുന്ന BJPയുടെ വളരെ വളക്കൂറുള്ള A ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറയുന്ന വളരെയേറെ ശുഭാപ്തി വിശ്വാസത്തോടെ ദേശീയ നേതാക്കന്മാർ വരെ എല്ലാ ദിവസവും കയറി ഇറങ്ങിയ, നൂറുകണക്കിന് കോടികൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി ഇറക്കിയ അമിത്ഷായുടെ ഒരു പ്രത്യേക സേന തന്നെ മാസങ്ങളോളം തമ്പടിച്ച് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച ആ മണ്ഡലത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വന്നു നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവിടെ വിജയിക്കുന്നത്. എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു, എത്ര വാശിയേറിയ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയ, ഏറ്റവും കൂടുതൽ വീറും വാശിയും നിറഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് നടന്നത്. ആ പാലക്കാടൻ തിരഞ്ഞെടുപ്പിൽ വാശിയേറിയ ആ മത്സരത്തിൽ ചരിത്ര ഭൂരിപക്ഷവുമായി ജയിച്ച ഒരു നേതാവിനെയാണ് ഈ കോൺഗ്രസ്സുകാർ, ഈ കേക്കച്ചൻ ഇല്ലാതാക്കുവാൻ ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ശത്രുക്കളുമെല്ലാം വലിച്ചു കീറുന്നത് കണ്ട് ഒരു ആത്മനിരതി, ഒരു ആത്മനിർവൃതി അടയുന്ന കേക്കച്ചനെ നാം കാണുകയുണ്ടായി. അദ്ദേഹം സമാനതകളില്ലാത്ത വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ആ വിവരം പുറത്തു വന്നപ്പോൾ പോലും ഇയാളെടുത്ത നിലപാടെന്ന് പറയുന്നത് നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത് എന്നാണ്. ഇപ്പോൾ തീരുമാനം എവിടെ പോയി? നിലപാടെടുത്തു, എന്തായി? ഓരോ ദിവസങ്ങൾ കഴിയും തോറും വ്യക്തി എന്ന നിലയിലും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും തികഞ്ഞ പരാജയമാണ് ഇയാൾ എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇന്നിതാ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ്. ഇയാൾ എത്ര കുറുക്കനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ
ക്ഷണിക്കുവാൻ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും സഹായികളെയും ഇദ്ദേഹം ആട്ടിപ്പായിച്ചു. അതിലൂടെ ഇദ്ദേഹം ലക്ഷ്യം വെച്ചത് മറ്റൊന്നുമായിരുന്നില്ല, പിണറായി സർക്കാരിന് തീർച്ചയായിട്ടും അത് അന്നേരം ആ ഒരു ആട്ടിപ്പായിക്കലിലൂടെ ഒരു കോൺഗ്രസിന് ഏതായാലും അത് ഗുണം ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്രകാരം ഒരു ഡാമേജും ആ വിഷയത്തിൽ ഇദ്ദേഹം ഉണ്ടാക്കി. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ വെള്ളാപ്പള്ളിയുമായി ഒരു ഇടർച്ചയുണ്ടായപ്പോൾ ഇയാൾ ചെയ്തത് കാണുക. നമുക്കറിയാം, കേരളത്തിലെ പോപ്പുലേഷനിൽ ഏറ്റവും പ്രബല വിഭാഗമാണ് ഈഴവ സമുദായാംഗങ്ങൾ. ആ ഈഴവ സമുദായാംഗങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഇയാൾക്ക് വിജയിക്കുവാൻ പറ്റത്തില്ല എന്നതുകൊണ്ടാണ് ഇയാളൊരു ഈഴവ പ്രേരണം, ഞാനൊരു ശ്രീനാരായണീയനാണെന്നൊക്കെ ഇയാൾ പരസ്യമായി പറയുകയും എവിടെയൊക്കെ ഈഴവരെ അപമാനിക്കുവാൻ അവസരം കിട്ടുമോ, ചവിട്ടിത്താഴ്ത്തുവാൻ അവസരം കിട്ടുമോ ആ അവസരമൊന്നും കളയാതെ വിനിയോഗിക്കുന്ന ഒരാളാണ് ഈ കേക്കച്ചൻ. ഈ കേക്കച്ചനെ പക്ഷേ നല്ലൊരു നായന്മാരാരും NSS നേതൃത്വമൊന്നും കണക്കാക്കുന്നില്ല. ഇയാൾ ഈ നാണം കെട്ടവൻ ചെയ്ത പണി നിങ്ങളൊന്ന് കാണുക. ഇയാൾ എത്ര കുറുക്കനാണ്, എത്ര കുടില ബുദ്ധിയോടുകൂടിയാണ് ഇയാളുടെ PR ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുവാനാണ് ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 18 പത്രാധിപർ K. സുകുമാരൻ, നമുക്കറിയാം കേരള കൗമുദി എന്ന ആ പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ. ഇന്നും പത്രാധിപർ എന്ന് പറഞ്ഞാൽ പത്രാധിപർ K. സുകുമാരനെ നാം ഒക്കെ അറിയൂ. ആ പത്രം ഇന്നും അന്നും ഏറ്റവും കൂടുതൽ വായിക്കുന്നതും വരിക്കാരുള്ളതും ഈഴവ സമുദായാംഗങ്ങളാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് VD സതീശൻ്റെ PR ഏജൻസി ഈ കഴിഞ്ഞ സെപ്റ്റംബർ 18 കേരള കൗമുദിയുടെ എഡിറ്റ് പേജിൽ ഇയാളുടെ ഫോട്ടോ വെച്ച് ഒരു എഡിറ്റ് പേജിൽ ഒരു ഐറ്റം കൊടുക്കുകയുണ്ടായി. പത്രാധിപർ K. സുകുമാരനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു ലേഖനം എഴുതിയിരിക്കുകയാണ്. ഇത് PR ഏജൻസി തയ്യാറാക്കി കൊടുത്ത ലേഖനമാണ്. അതിന് കേരള കൗമുദിയെ സ്വാധീനിച്ച് എന്ത് ഡീലിലാണ് അത് എഡിറ്റ് പേജിൽ വരുത്തിയത് എന്ന വിശദാംശങ്ങൾ പിന്നാലെ പറയാം. നിങ്ങൾ ഓർക്കുക, ഈ കുറുക്കൻ വെള്ളാപ്പള്ളി തനിക്കെതിരായി വെള്ളാപ്പള്ളി ഓൾറെഡി ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഈഴവരാരും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കുലംകുത്തിയെ, ഈ സാമൂഹ്യദ്രോഹിയെ വിജയിപ്പിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈഴവ സമുദായങ്ങളെ പ്രീണിപ്പിക്കുവാൻ അവസരം കിട്ടുന്ന ഒരു സമയത്ത് പോലും ഇയാൾ പോകത്തില്ല. ആ അവസരങ്ങൾ ഇയാൾ വിട്ടുകളയത്തില്ല. പക്ഷേ ഇയാളിലുള്ള ഫ്രോഡ് എപ്പോഴും വെളിയിൽ വരും. ഇദ്ദേഹം ഒരു തികഞ്ഞ ഈഴവ വിരോധിയാണ്. നമുക്കറിയാം, K. സുധാകരനെ പോലെയുള്ള സമുന്നതനായ നട്ടലുള്ള ആ നേതാവിനെ ഇദ്ദേഹം പുകച്ച് പുറത്തു ചാടിച്ചു. ഇദ്ദേഹവുമായി തനിക്ക് ഒരു കാരണവശാലും തുറന്നു പോകുവാൻ സാധ്യമല്ല. അതായത് ആ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായപ്പോൾ, ആ വിജയങ്ങൾ ഉണ്ടായപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഇതൊക്കെ ഇവൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് പലരും അംഗീകരിച്ചു കൊടുത്തു. അതിൽ വാസ്തവമില്ല എന്നറിയാമെങ്കിൽ പോലും ആസ് എ ലീഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് ഒരു വെയിറ്റേജ് കൊടുത്തു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടാണ് K. സുധാകരൻ എന്ന് പറയുന്ന ആ KPCC അധ്യക്ഷനെ, നട്ടലുള്ള ഒരു നേതാവിനെ ഒതുക്കിക്കളഞ്ഞത്. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്കറിയാം, ഇന്ന് കണ്ണൂരും ഇന്ന് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ K. സുധാകരൻ്റെ ആ ആർജവത്തിൻ്റെ, ആ ആണത്തത്തിൻ്റെ ആ ഒരു ചൂടിലാണ് ആ അണികൾ ചേർന്ന് നിന്നത്. ആ സുധാകരനെ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ പറഞ്ഞ് ഈ ഉപജാപക സംഘം ഒതുക്കിക്കളയുകയായിരുന്നു. അതിൽ തന്നെ സമുദായാംഗങ്ങൾക്ക് വളരെയേറെ വിദ്വേഷം ഉണ്ട്. ഇത് മറികടക്കുവാനാണ് ഇയാൾ ഈഴവ പ്രേരണവുമായി, അതല്ലെങ്കിൽ പത്രാധിപരെ പുകഴ്ത്തി കേരള കൗമുദിയെ പിടിച്ച് പതുക്കെ PR വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഓർക്കുക, ആ ഓണം നാളിൽ ഇദ്ദേഹം വർക്കല ശിവഗിരിയിൽ ആ പ്രധാനപ്പെട്ട ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്താമെന്ന് ഏറ്റിരുന്നു. പക്ഷേ ഇയാൾ വിളിച്ചു പറയുവാനുള്ള മാന്യത പോലും കാണിച്ചില്ല. അത് ഈഴവന്മാരുടെ പരിപാടിയല്ലേ എന്ന് പറഞ്ഞ് ഇയാൾ ആ പരിപാടിയിൽ പോയില്ല. എറണാകുളത്ത് ഒരു അപ്രധാനമായ ഒരു കേക്ക് മുറിക്കൽ പരിപാടിക്ക് ഇയാൾ പോയി നിൽക്കുന്നത് കണ്ടു. ഇതിൽ ശിവഗിരി മഠം ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ആസ് എ പേഴ്സൺ, കടുത്ത ഈഴവ വിരോധിയായ ഇയാൾ തനിക്ക് ജയിച്ചു കയറണമെങ്കിൽ
ഈഴവ സമുദായാംഗങ്ങളുടെ പിൻബലമില്ലാതെ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം ഇപ്പോൾ ഇയാൾ PR ഏജൻസികളെ വെച്ച് ഒരു ഈഴവ പ്രേരണവും ഈഴവ നേതാക്കളെ പ്രൊമോട്ട് ചെയ്യുവാനും അവരെക്കുറിച്ച് വാഴ്ത്തിപ്പാടുവാനും ആരംഭിച്ചു. കേരള കൗമുദിയിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഏതോ ആണുങ്ങൾ എഴുതിയ ഈ കുറിപ്പ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, റീൽസ് അല്ല റിയൽ വർക്കാണ് കാര്യമെന്ന് പറയുമ്പോഴും ഇന്നും നമ്മുടെ ഇവിടെ ഉള്ള 3 പ്രബല മുന്നണികളെ വെച്ച് നോക്കുമ്പോഴും സുസജ്ജമായ ഏറ്റവും കൂടുതൽ പണം മുടക്കി PR ആക്ടിവിറ്റി ചെയ്യുന്ന റീൽസുകൾ ഇറക്കുന്ന ആൾ ഈ കേക്കച്ചൻ തന്നെയാണ്. ഇയാളുടെ വാക്കുകൾക്കും പഴയ ചാക്കുകൾക്കും ഒരുപോലെയാണ് വില. വലിയ നിലപാടുകൾ പറഞ്ഞ, വലിയ ആദർശങ്ങൾ പറഞ്ഞ ഈ നാണം കെട്ടവൻ ഇന്നലെ സഭയിൽ മാപ്പ് പറയുന്നത് നാം കണ്ടതാണ്. അതിൽ നിന്ന് തന്നെ ഇയാളുടെ ലെവൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതാ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം എത്തുമെന്ന് കരുതി മാധ്യമങ്ങളിൽ തങ്ങളുടെ മുഖമൊന്ന് അങ്ങനെയെങ്കിലും വരുമെന്ന് കരുതി രാഹുലിനെ തെറിവിളിക്കുന്നത് മാധ്യമങ്ങളിലൂടെ വരുമെന്ന് അങ്ങനെയെങ്കിലും മാധ്യമങ്ങളിൽ ഒരു ഇടം പിടിക്കാമെന്ന് കരുതുന്ന തീട്ടക്കുളത്തിൽ താമര വിരിയിക്കുവാൻ ഇറങ്ങിയ ആ നാണം കെട്ടവന്മാരെ പോലീസുകാർ ആട്ടിപ്പായ്ക്കുന്നതും അടിച്ചോടിക്കുന്നതും ചവിട്ടിക്കൂട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കണ്ട ശേഷം നമുക്ക് തിരികെ വരാം.
അദ്ദേഹത്തിന് മറ്റു വാഹനങ്ങളുമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവസരം മുതലാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് കരുതി വന്ന നാണംകെട്ട BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരുടെ വെറും ഉണ്ടയില്ല വെടികളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ പ്രവേശിച്ചാൽ തകർക്കും എന്ന് പറഞ്ഞ് വന്ന വീരവാദം മുഴക്കി വന്ന BJP പ്രവർത്തകന്മാരെ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാൻ വന്ന, ചോര വീണ് കിടക്കുന്നത് കണ്ട് നക്കിക്കുടിക്കുവാൻ വന്ന ചെന്നായ്ക്കളെ പിണറായി പോലീസ് ഇതാ ആട്ടിപ്പായിക്കുന്നത്, അടിച്ചോടിക്കുന്നത്, അറസ്റ്റ് ചെയ്ത് തൂക്കി അകത്ത് കൊണ്ടുപോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവന്മാരുടെ വെറും വിരട്ടലും പ്രഹസനവും മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാധ്യമങ്ങൾ രാവിലെ വരുന്ന സമയം അവർക്ക് ആവശ്യമുള്ള വിഷ്വൽ ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കേക്കച്ചന്റെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള ഒരു അന്തർധാര നിങ്ങൾ മനസ്സിലാക്കണം. കേക്കച്ചന്റെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ ആവണം ഈ നാണം കെട്ടവന്മാർ ഈ കലക്കവെള്ളത്തിൽ, ഈ അളിഞ്ഞ വെള്ളത്തിലെങ്ങാനും താമന വിരിഞ്ഞാലോ എന്ന് ആഗ്രഹിച്ചു വന്ന ഈ നാണം കെട്ടവന്മാരെ, ഈ അവസരവാദികളെ, സ്വന്തം പാർട്ടിയിലെ പെണ്ണുപിടിയന്മാർക്കെതിരെ നാവ് ഉയർത്തുവാൻ സാധിക്കാത്ത ഇവന്മാർ സകല നാരത്തരങ്ങളും വർഗീയത വിളമ്പിയിട്ടും സകലമാന കള്ളക്കമ്മട്ടങ്ങൾ നടത്തിയിട്ടും കാശെറിഞ്ഞിട്ടും വിജയിക്കുവാൻ പറ്റാത്ത ആ പാലക്കാട് മണ്ഡലത്തിലെ ഇത് ജനങ്ങളെ അപമാനിക്കലാണ്. പാലക്കാട്ടെ അമ്മപെങ്ങന്മാരെ മാനഭംഗപ്പെടുത്തലാണ് ഇവന്മാർ ഈ ചെയ്യുന്നത്. ഇവന്മാർക്ക് വോട്ട് ചെയ്യാത്ത ആ പാലക്കാട്ടെ ജനങ്ങളോടുള്ള പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ BJP നടത്തിയത്. ഇവന്മാർ വർഷങ്ങളായി പഠിച്ച പണി 18 നോക്കിയിട്ടും പാലക്കാട്ട് ഇവന്മാരുടെ എത്ര വലിയ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിട്ടും ഇവന്മാർ മോദിയെ അടക്കം കൊണ്ട് ഇറക്കി പ്രചരണം നടത്തിയിട്ടും അമിത്ഷായെ അടക്കം വരെ കൊണ്ടുവന്നിട്ടും അമിത്ഷായുടെ പ്രത്യേക ദൗത്യസംഘം അവിടെ തമ്പടിച്ചിട്ടും കോടികൾ വാരി വിതറിയിട്ടും സകലമാന നാണം കെട്ട പിന്നാമ്പുറ കളികൾ നടത്തിയിട്ടും വിജയിച്ചു കയറി വന്ന ഇവന്മാരുടെ ഈ പറയുന്ന ഈ നാണക്കേടുകൾക്കൊപ്പം നിൽക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ആ പാലക്കാട്ടെ ജനങ്ങളോടുള്ള കൊഞ്ഞനം കുത്താണ് പ്രേക്ഷകരെ നിങ്ങളിപ്പോൾ കണ്ടത്. ഈ നാണം കെട്ടവന്മാർ ഇവന്മാരുടെ മുഖം TV-യിൽ വരുമെന്ന് കരുതി, ഇവന്മാരുടെ ഈ കോക്കാമ്പീച്ചി കണ്ട് പാലക്കാട്ടെ അമ്മപെങ്ങന്മാർ ഈ നാണം കെട്ടവന്മാർക്ക് വീണ്ടും വോട്ട് ചെയ്യുമെന്ന് കരുതി അപ്പം ചത്താൽ കട്ടിലേൽ കയറി കിടക്കാമെന്ന ആ ആശയുള്ള മക്കളെ പോലെ ഈ അവസരം ഉപയോഗിച്ച് ഈ നാറിയ വിഷയം ആളിക്കത്തിച്ച് അങ്ങനെയെങ്കിലും അത് 10 വോട്ടാക്കാമെന്ന് വ്യാമോഹിക്കുന്ന, ഇതുവരെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും പഠിച്ചിട്ടില്ലാത്ത ഈ അവസരങ്ങളെ, ഈ ദുരന്തങ്ങളെ മുതലാക്കുന്ന ഈ നാണം കെട്ടവന്മാരെ പോലീസ് ആട്ടിപ്പായിക്കുന്ന, അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെയാണ് നമ്മൾ സഖാവ് പിണറായിക്ക് ഒരു സല്യൂട്ട് അടിക്കേണ്ടുന്നത്. കാരണം ഇതാണ് ഒരു പൊളിറ്റിക്കൽ ഡീസൻസി. അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി, ഞങ്ങൾ തടയാൻ വരത്തില്ല, എന്നാൽ പറയാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, തടയാൻ ഏതെങ്കിലും വന്നാൽ ഞങ്ങൾ വിടത്തില്ല എന്ന്. ഇതാ തുള്ളിച്ചാടി ഒരു കീറത്തുണിയുമായി വന്ന BJP പ്രവർത്തകരെ ഇതാ പോലീസ് ആട്ടിപ്പായിച്ചിരിക്കുകയാണ്, അടിച്ചോടിച്ചിരിക്കുകയാണ്. ഇതാവണം ഒരു പൊളിറ്റിക്കൽ മാതൃക. രണ്ട് ആശയങ്ങൾ തമ്മിൽ, രണ്ട് വിരുദ്ധ ചേരിയിലുള്ള രാഷ്ട്രീയ പോരാളികൾ തമ്മിൽ രാഷ്ട്രീയപരമായി പോരടിക്കാം, അവർക്ക് മത്സരിക്കാം. പക്ഷേ അതിനകത്തൊരു മാന്യത, ഒരു ഡീസൻസി ഉണ്ട്. പക്ഷേ പിണറായി ഈ അഭിനയത്തിൽ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നാണം കെട്ട് പോയത് കേക്കച്ചൻ എന്ന് പറഞ്ഞ നാണം കെട്ടവരാണ്. സ്വന്തം പാർട്ടിയിലെ ഒരു യുവജന നേതാവിനെ ഈ കേക്കച്ചൻ എന്ന് പറയുന്നവന്മാരും ഈ കോൺഗ്രസ്സുകാരും കാണിക്കാത്ത വലിയൊരു രാഷ്ട്രീയ മാന്യത, വലിയൊരു ഡീസൻസിയാണ് ഇടതുപക്ഷം കാണിച്ചിരിക്കുന്നത്. നാണം കെട്ടവന്മാരെ, നീയൊക്കെ പോയി പിണറായി വിജയന്റെ കാല് കഴുകി കുടിച്ചിട്ട് ആ പാദത്തിലൊന്ന് വന്നിച്ചിട്ട് നീയൊക്കെ പണി പഠിക്കുവാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നീയൊക്കെ രക്ഷപ്പെടുവാൻ സാധ്യതയുണ്ട്. അല്ലാതെ നിന്നെയൊക്കെ ഈ കേരളം വെറുത്ത് കളഞ്ഞു. നിനക്കൊന്നും ഇനിയൊരു ഈ രാഷ്ട്രീയ കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ലെന്ന് മനസ്സിലാക്കുക. നാണം കെട്ടവന്മാരെ, നീയൊക്കെ ഇനി ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അറിയാവുന്ന എന്തെങ്കിലും വാർക്കപ്പണിക്കോ എന്തെങ്കിലും മറ്റു മയക്കാട് പണിക്കോ പോകുന്നതാണ് നിനക്കൊക്കെ നല്ലത്. നിന്റെയൊക്കെ ആ നാറിയ കതറ്, അതിൽ കഞ്ഞിപ്പശ മുക്കുവാൻ പോലുമുള്ള ഒരു അവസരം, അതിനുള്ള ഒരു വരുമാനം നിനക്കൊന്നും ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാവില്ല. കാരണം ഇരിക്കുന്ന കൊമ്പ് മുറിച്ച, അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയ, കുശുമ്പ് മൂത്ത നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഈ ഭരണം. അതുകൊണ്ട് ഇതിന് ഈ കേരളത്തിലെ ജനങ്ങൾ കണക്ക് തീർക്കും. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ തങ്ങളുടെ കോക്കാമ്പീച്ചുകൾ TV-യിൽ കാണാം. ഇതൊക്കെ കണ്ട് രാഹുൽ പേടിച്ചോടിക്കും എന്ന് കരുതി കൂലിക്ക് വന്ന
അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഇത് കഴിയുമ്പോൾ എന്തെങ്കിലും ശാപ്പാട് കിട്ടുമെന്ന് കരുതി വന്ന ആ കൂലി തൊഴിലാളികളെ, ആ പ്രതിഷേധ തൊഴിലാളികളെ പോലീസ് അവർ നടത്തുന്ന പ്രതിഷേധം കാണുക, എന്നിട്ട് പ്രതിഷേധക്കാരെ പോലീസ് ആട്ടി ഓടിക്കുന്ന ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കണ്ട ശേഷം നമുക്ക് തിരികെ വരാം. രാഹുലിന്റെ വരവിനായി ഇതാ 10,000-കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നു ആ ദൃശ്യങ്ങളിലേക്ക്. സോദരിമാരുടെ മാനം കളയാൻ കോൺഗ്രസിന്റെ എംഎൽഎ സോദരിമാരുടെ നാണം കെടുത്തും, സോദരിമാരെ നാണം കെടുത്തും. എംഎൽഎ ഇനി വേണ്ടേ വേണ്ട, പാലക്കാടിന് വേണ്ടേ വേണ്ട. ജയ് ബിജെപി, ജയ് ബിജെപി, ജയ് ഭാരത് മാതാ, ജയ് ഭാരത് മാതാ, ജയ് ഭാരത് മാതാ, ജയ് ഭാരത് മാതാ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളെ തുടങ്ങുന്ന ആദ്യമായിട്ടല്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം 20-ാം തീയതി ഇതേ പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഈ വിവാദങ്ങൾ ഇത്രത്തോളം വന്നിട്ടും അതിനകത്ത് യാതൊരുവിധ തരത്തിലുള്ള പ്രതികരണം നടത്താതെ ഈ ശബ്ദരേഖ തൻ്റേതല്ല എന്നോ അല്ലെങ്കിൽ അത് പുറത്തുവിട്ടവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. കോൺഗ്രസിന് വേണ്ടാത്ത വിഴുപ്പിനെ പാലക്കാട്ടുകാർ ചുമക്കാൻ തയ്യാറല്ല. ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം DYFIയുടെ CPMന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു, പാലക്കാട് ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ MLAക്കെതിരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇന്നലെ ഗോവിന്ദ മാഷിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. MLAക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് വരുന്ന സമയത്ത് ഉണ്ടാവില്ല എന്ന തരത്തിൽ, തടയില്ല എന്ന തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിനർത്ഥം DYFIയുടെ നേതാക്കന്മാരെ കഴിഞ്ഞ ദിവസം ഇന്നേ വരെ കാണാത്ത ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്ന് DYFIക്കാർ പറയുന്നു. CPMന്റെ നേതാക്കന്മാർ പറയുന്നു ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടിയും CPM ഒക്കെയുള്ള ഇവരുടെ ഇന്ത്യ സഖ്യം പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. BJP ഈ വിഷയത്തിൽ ഏറ്റവും തുടക്കം മുതൽ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കുന്നതുവരെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ സമരങ്ങളുണ്ട്. MLA എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒന്നില്ലെങ്കിൽ സൈഡ് നിൽക്കി അല്ലെങ്കിൽ അവിടെ ഫ്രണ്ടിൽ കയറി നിൽക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.